നാട്ടിലൊരു ചിത്രരചനാ മത്സരം നടക്കുക. സമാധാനമാണ് വിഷയം കേട്ടോ. 100 കണക്കിന് ചിത്രകാരന്മാർ മത്സരത്തിൽ പങ്കെടുത്തു. മത്സരശേഷം ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിച്ചു. ഒരു ചിത്രത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞു. എന്താണ് ആ ചിത്രത്തിന്റെ പ്രത്യേകത? തെളിഞ്ഞു നിൽക്കുന്ന ആകാശവും മഞ്ഞണിഞ്ഞ മലനിരകളും കിളികളും പൂമ്പാറ്റകളും ആ ചിത്രത്തെ മനോഹരമാക്കുന്നു. ആ ചിത്രത്തിന് 1ാം സ്ഥാനം ലഭിക്കുമെന്ന് കാണികളെല്ലാം ഉറപ്പിച്ചു. ഫലപ്രഖ്യാപനത്തിനായി അവർ കാത്തിരുന്നു. എന്നാൽ അവരെയും ഏവരെയും അമ്പരിപ്പിക്കുന്നൊരു ഫലപ്രഖ്യാപനമാണ് ഉണ്ടായത്. 3ാം സ്ഥാനം പോലും നേടില്ലെന്ന് കാണികൾ വിധിയെഴുതിയ ചിത്രത്തിനായിരുന്നു 1ാം സ്ഥാനം. എല്ലാവരും ആ ചിത്രം ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചു. സമാധാനം പകരുന്ന യാതൊന്നും ആ ചിത്രത്തിൽ കാണാനേയില്ല. മൂടിക്കെട്ടി നിൽക്കുന്ന ആകാശം, ആശങ്കയോടെ നിൽക്കുന്ന ജീവജാലങ്ങൾ, പരുക്കൻ പാറക്കെട്ടുകൾ, വരണ്ടു തുടങ്ങിയ നീർച്ചാലുകൾ എന്നിവയൊക്കെയാണ് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. സംശയത്തോടെ ചിത്രത്തെ വിശകലനം ചെയ്തിരുന്ന കാഴ്ചക്കാരിൽ ഒരാൾ അത് കണ്ടുപിടിച്ചു. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന ഒരു കൗതുകമുണ്ടായിരുന്നു ആ ചിത്രത്തിൽ. പരന്നു കിടക്കുന്ന പരുക്കൻ പാറക്കെട്ടിന്റെ ചെരുവിൽ തളിർത്ത ഇളം പുല്ലുകൾ. പിന്നെയും സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ ഇളം പുല്ലിൽ ഒരു കിളിക്കൂട്. ആ കിളിക്കൂട്ടിൽ ഇത്തിരിപ്പോന്ന ഒരു കിളി ശാന്തമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സമാധാനം? എല്ലാം അനുകൂലമായി തീരുന്ന ചുറ്റുപാടിൽ മാത്രം അനുഭവിക്കേണ്ട അവസ്ഥയല്ല സമാധാനം. പുറത്തെല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും, പുറത്തൊരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോഴും മനസ്സിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നും ഈ നിമിഷവും കടന്നുപോകുമെന്നുള്ള ഉറച്ച ബോധ്യത്തിന്റെ പേരാണ് സമാധാനം.